പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിക വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിക വെഡിങ്സ് നിലമ്പൂർ. നിലമ്പൂർ ജനതപടിയിലെ കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗതാഗത കുരുക്കിൽപ്പെട്ട് വലഞ്ഞ യാത്രക്കാർ. അന്തർ സംസ്ഥാന പാതയായ KNG റോഡിൽ ജനതപടിയിൽ പകൽ സമയങ്ങളിൽ മാത്രം നടക്കുന്ന കലുങ്ക് നിർമ്മാണമാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. ടൗൺ വികസനത്തിന്റെ ഭാഗമായി മാസങ്ങളായി നടക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായാണ് ജനതപടിയിലെ കലുങ്ക് നിർമ്മാണം. ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് പതിവാണ്. ചിലപ്പോൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. ഗതാഗത കുരുക്കിൽപ്പെട്ട യാത്രക്കാർക്ക് ചുട്ടുപൊള്ളുന്ന വെയിലും തിരിച്ചടിയാണ്. ചന്തക്കുന്നിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള 2 കിലോമീറ്റർ എത്താൻ പലർക്കും മണിക്കൂറുകൾ എടുക്കുക പതിവാണ്. നിലമ്പൂർ ജനതപ്പടിക്ക് ഈ ഓവുചാലുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ഈ കാണുന്ന ഈ പള്ളിയുടെ അടുത്തുള്ള പാലം ഇന്നലെ രാത്രി ഇതിനെ കോൺട്രാക്ടർമാരെ ഒന്ന് പൊളിക്കുകയും തുടർന്നുണ്ടായ ഒരു ബ്ലോക്കാണ് ഇന്ന് ഈ കാണുന്നത്. ഞങ്ങൾ ഇന്നലെ ഈ പാലം പൊളിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, മറ്റൊരു മാർഗ്ഗമില്ലെങ്കിൽ ഈ പാലം പൊളിക്കാൻ നിൽക്കരുത്. കാരണം ഈ പാലം പൊളിക്കുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് CNG റോഡാണ്. കാലിക്കറ്റ് ഗൂഡല്ലൂർക്ക് പോകുന്ന നിലമ്പൂർ ഗൂഡല്ലൂർ റോഡാണ്. അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും കർണാടക, തമിഴ്നാട്ടിലേക്കും പിന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട് എല്ലാ സ്ഥലത്തേക്കും പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നിലമ്പൂർ. അതിൻ്റെ പ്രധാന ഒരു ഏരിയയാണ് ഈ ജനതപ്പടി എന്ന് പറയുന്നത്. ഈ പാലം പൊളിക്കുന്നതിന് കൂടി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിൽ കടന്നു പോകുന്നത്. എല്ലാ ആളുകളും ഇന്ന് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നു കൊടുക്കുന്നത്. രാവിലെ 5 മണിക്ക് തുടങ്ങിയൊരു ബ്ലോക്കാണ്. ഞങ്ങൾ ഈ നാട്ടുകാരായ കുറച്ച് ആളുകൾ ഇവിടെ വന്ന് ഈ വാഹനങ്ങളുടെ ബ്ലോക്ക് നിയന്ത്രിക്കുക എന്നല്ലാതെ വേറൊരു അധികാരികളോ ഈ കോൺട്രാക്ടർ ഭാഗത്തു നിന്നുള്ള ആളുകളോ ആരും തന്നെ ഇവിടെ സഹായിക്കാനില്ല. ഇത്രയുമായ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ട് ഒരു ഉന്നത അധികാരികൾ ഇത്ര നേരമായിട്ട്, സമയം 11 മണിയാവുന്നു, ഇത്ര നേരമായിട്ട് ഇവിടെ വരാത്തത് വളരെയധികം ഖേദപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് യാത്രക്കാർ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന യാത്രക്കാർ, എയർപോർട്ടിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുക. ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം ഉടനടി കാണണമെന്ന് വളരെ വിനീതമായിട്ട് അവർ, കാരണം ഒരു മാസത്തോളം ഇതിന് പണിയുണ്ടാകും. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ റംസാനാണ് വരുന്നത്, പെരുന്നാൾ വരുന്നത്, നോമ്പും പെരുന്നാളൊക്കെ വരുന്നത്. കച്ചവടക്കാർക്ക് അവരുടെ ബിസിനസ്, ബസ് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും അവരുടെ കാര്യങ്ങളെല്ലാം നഷ്ടത്തിലാകുന്ന ഒരവസ്ഥയായിരുന്നു. വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് നടപടി എടുക്കണമെന്നാണ് അഭിപ്രായപ്പെടാറുള്ളത്. ഡിസംബറിൽ തീരുമെന്ന് പറഞ്ഞു തുടങ്ങിയ ടൗൺ വികസനമാണ് മാർച്ച് മാസം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും പാതി വഴിയിൽ നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ, അമ്പലപ്പടി, വണ്ടൂർ.